രാത്രി 9 കഴിഞ്ഞിരുന്നു. ഓഫീസ് കോറിഡോറിൽ ഒരു ട്യൂബ് ലൈറ്റ് മാത്രം തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. ശങ്കരൻ തൻ്റെ ഡെസ്കിന് മുന്നിൽ ഒറ്റയ്ക്കിരുന്നു. എല്ലാവരും ഇതിനകം പോയിരുന്നു. ഓഫീസിൽ ജോലി ചെയ്യുന്ന സതീഷ് പറഞ്ഞു, ശങ്കര, ഞാൻ നാളെ വരാൻ പറ്റില്ല. ആ ഫയലും നീയൊന്ന് കൈകാര്യം ചെയ്യാമോ? പൂർണ്ണ മനസ്സില്ലെങ്കിലും ശങ്കരൻ സമ്മതിച്ചു. അയാൾ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി. മേലുദ്യോഗസ്ഥനായ രഘുനാഥ് സാറിൽ നിന്നും ഒരു മെയിൽ ഉണ്ടായിരുന്നു. അത് തന്നെ പ്രശംസിക്കുന്ന മെയിലായിരുന്നു. ശങ്കരൻ എന്ത് ചെയ്താലും ശരിയായിരിക്കും. രഘുനാഥ് സാറിന്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ശങ്കരന്റെ മനസ്സിൽ മുഴങ്ങി. മുൻപ് ആ വാക്കുകൾ ഊഷ്മളത നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. ഇപ്പോൾ പ്രശംസിക്കുമ്പോൾ അടുത്ത ജോലിയുടെ ഗന്ധമാണ് ശങ്കരൻ അനുഭവപ്പെടുക. ഓഫീസിലെ പല കാര്യങ്ങളും ശങ്കരൻ ഓർക്കാൻ തുടങ്ങി. ശങ്കര, നീ ലീവ് ക്യാൻസൽ ചെയ്ത് വരാമോ? അത്യാവശ്യമുള്ള ജോലിയാണ്. ശങ്കര, ഇന്ന് രാത്രി തന്നെ ഇത് തീർക്കാമോ? ശങ്കര, നിന്റെ വണ്ടി ഒന്ന് തരാമോ? അത്യാവശ്യമാണ്. ശങ്കര, പൈസ ഉണ്ടാകുമോ? കിട്ടുമ്പോൾ തിരിച്ചു തരാം. ശങ്കര, നീ സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ശങ്കര, ഇത്തവണ ഞാൻ ലീവ് എടുക്കാം. നീ ലീവ് ക്യാൻസൽ ചെയ്ത് വരാം. നീ സഹായിച്ചാൽ അത്യാവശ്യം തരാം. അതൊരു സ്വപ്നമായിരുന്നു. ഞാനിതെല്ലാം എന്തിനു വേണ്ടി ചെയ്തു? ആർക്ക് വേണ്ടി ചെയ്തു? ഇന്നെൻ്റെ കൂടെ ആരാണുള്ളത്? ശങ്കരൻ പുറത്തേക്ക് പോയി. ആ മനുഷ്യൻ അവിടെ പൂന്തോട്ടം നിർമ്മിക്കുന്നതിന്റെ ജോലിയിലാണ്. ശങ്കരൻ ജോലിയിൽ സഹായിക്കാൻ ആരംഭിച്ചു. ആ മനുഷ്യൻ ഒന്നും ചോദിച്ചില്ല. ഒരു നോട്ടം മാത്രം ശങ്കരന് നൽകി. ആ നോട്ടം ശങ്കരന്റെ ഉള്ളിൽ ഒരു വാതിൽ തുറന്നതുപോലെ തോന്നി. വാക്കുകൾ അയാളുടെ ഉള്ളിൽ നിന്നും ഒഴുകിത്തുടങ്ങി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാവരും എന്നെ ഉപയോഗിക്കുകയാണെന്ന്. ഇപ്പം ഞാനത് ചിന്തിക്കുമ്പോൾ ഞാനിതെല്ലാം എന്തിനു ചെയ്തു എന്ന് ആശ്ചര്യപ്പെടുന്നു. എല്ലാവരും നിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ ഉപയോഗപ്രദമാണ്, അല്ലേ? അല്ലേ? ഉപയോഗമില്ലാത്ത ആളെ ആരാണ് ഉപയോഗിക്കുക? കേടായ ഫോൺ പോലും ആളുകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഒരു വ്യക്തിയെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിനാൽ അവർ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉപയോഗശൂന്യനല്ല എന്നാണ്. നീ ഉപയോഗശൂന്യനല്ല എന്നതിൽ ആദ്യം സ്വയം അഭിനന്ദിക്കുക. ഒരാൾ വീണ്ടും വീണ്ടും നിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നിൽ അവർക്കില്ലാത്ത എന്തോ ഒന്നുണ്ട്. അതായത് നിന്നിൽ വിലമതിക്കാനാകാത്ത എന്തോ ഒന്നുണ്ട്. അതിനാലാണ് അവർ വീണ്ടും വീണ്ടും നിന്റെ വാതിൽ തട്ടുന്നത്. ശരിയല്ലേ ശങ്കര? അവർക്ക് നിനക്കുള്ളതുണ്ടായിരുന്നുവെങ്കിൽ അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കുക കൂടിയില്ലായിരുന്നു. അവർ നിന്റെ അടുത്ത് വരുന്നത് നിനക്കുള്ള വിലയേറിയതൊന്ന് അവർക്കില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിനക്കുള്ള വില അവർ അറിയുന്നു, പക്ഷെ നീ അറിയുന്നില്ല. അവർക്ക് നിന്റെ കഴിവുകളും നിന്റെ ഉള്ളിലെ നിധിയും അറിയാം, പക്ഷേ നീ അറിയുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ നിന്റെ കഴിവുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കാരണം നീ നിന്നെ മതിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നീ വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആരും നിന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നു. നീ നിന്നോട് തന്നെ ചോദിക്കണം, ഞാൻ എന്നെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന്. നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നീ നിന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം കഴിവുകൾ പാഴാക്കരുത്. ജീവന്റെ ഊർജവും സാധ്യതയും പാഴാക്കരുത്. നിനക്ക് മറ്റുള്ളവർ നിന്നെ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നീ തന്നെ സ്വയം പ്രവർത്തനം തുടങ്ങണം. പദ്ധതികൾ തയ്യാറാക്കണം. നിന്റെ മുഴുവൻ ഊർജവും അതിൽ നിക്ഷേപിക്കണം. നിന്റെ മുഴുവൻ ജീവനും അതിൽ നിക്ഷേപിക്കണം. എനിക്കിപ്പം മനസ്സിലാവുന്നു. എൻ്റെ ശ്രദ്ധ എന്നിലല്ല. ഞാൻ മറ്റുള്ളവരെ നോക്കിയും കൂട്ടം കൂടിയും നടക്കുകയാണ്. എൻ്റെ ചിന്തകൾ മുഴുവൻ പുറത്തേക്ക് മാത്രമാണ്. എൻ്റെ കാഴ്ചയും പുറത്തു തന്നെയാണ്. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മതിയായ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ തന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കാത്ത പക്ഷം ആർക്ക് ചിന്തിക്കാൻ കഴിയും? ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. നാം എപ്പോഴും മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു, പക്ഷേ നമ്മെ തന്നെ ഒരിക്കലും നോക്കുന്നില്ല.
മറ്റുള്ളവരിലെ പിഴവുകൾ കണ്ടുപിടിക്കുന്നു, പക്ഷെ നമ്മുടെ പിഴവുകൾ കാണുന്നില്ല. ഇതാണ് നമ്മൾ വളരാത്തതിൻ്റെ പ്രധാന കാരണം. നമുക്ക് പ്രായം കൂടുന്നു, പക്ഷെ വളരുന്നില്ല. എല്ലാവർക്കും പ്രായം കൂടും, പക്ഷേ എല്ലാവരും വളരണമെന്നില്ല. നീ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരും. നീ മറ്റുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മറ്റുള്ളവർ വളരും. നീ നിന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നീ വളരും. നീ നിന്റെ ബലഹീനതകളെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാൽ അവ വളരും. നീ നിന്റെ ശക്തികളെ ആഘോഷിച്ചാൽ അവ വളരും. നിന്റെ മനസ്സിനെ നീ എന്തിലിടുന്നുവോ അത് വളരും. ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരും. നീ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിനക്ക് കൂടുതൽ ശബ്ദം കേൾക്കും. പക്ഷെ ആ ശബ്ദത്തിനുള്ളിലെ ചെറിയ നിശബ്ദതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ നിശബ്ദത വളർന്ന് ശബ്ദത്തേക്കാൾ ശക്തമാകും. ശങ്കരൻ കണ്ണുകൾ തുറന്നു. കേട്ട കാര്യങ്ങൾ അവനെ അമ്പരപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണുകൾ നിലത്തുള്ള ഒരു ചെറിയ കീടത്തിൽ വീണു. ചില കീടങ്ങൾ തലങ്ങൾ മാത്രമേ കാണൂ. നീളം, വീതി, മുകളിൽ എന്തുണ്ടെന്ന് പോലും അവർക്കറിയില്ല. ചില ജീവികൾക്ക് കേൾക്കാൻ പോലും കഴിയില്ല. മരങ്ങൾക്ക് നടക്കാൻ പോലും കഴിയില്ല. നിനക്ക് നടക്കാം, കാണാം, ഓടാം, മണക്കാം, സ്പർശിക്കാം, ചിന്തിക്കാം, സങ്കൽപ്പിക്കാം. ഇത്രയും കഴിവുകൾ നിനക്കുണ്ട്. പല ജീവികൾക്കും അതില്ല. ഇവയൊന്നും സാധാരണ കഴിവുകളല്ല. ഒരു പക്ഷിയെ നീ കാണുന്നുണ്ടെങ്കിൽ, അതൊരിക്കലും കൂട്ടിൽ നിന്ന് പറക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്കെന്ത് തോന്നും? അതൊരു രോഗിയായ പക്ഷിയാവാം, അല്ലെങ്കിൽ എന്തോ ബുദ്ധിക്ക് കുഴപ്പമുണ്ട്. അല്ലാതെ ഇത്ര ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാതിരിക്കുന്ന എന്തിനാണ്? അപ്പോൾ ഒരു മരത്തിന് നിന്നെ കണ്ടാൽ എന്ത് തോന്നും? നീ വീട്ടിലിരുന്ന് നടക്കാതെ, ഓടാതെ, ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ കാണാനാകാത്ത, കേൾക്കാനാകാത്ത, നടക്കാനാകാത്ത, സംസാരിക്കാനാകാത്ത ഒരു ജീവിതം അതെങ്ങനെയായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ കഴിവുകൾ ഇവ സാധാരണ കഴിവുകളല്ല. ഇവ ദിവ്യമായ അനുഗ്രഹങ്ങളാണ്. ഇവ അപൂർവമാണ്. അപ്പോൾ തന്നെ ആ മനുഷ്യൻ ഒരു ഇല ശങ്കരന് കൊടുത്തു. ഇത് നോക്കൂ. ഒരു കവി ഇതേ ഇലയെ നോക്കി ഒരു പുതിയ ലോകം കാണും. ഒരു സസ്യശാസ്ത്രജ്ഞൻ അതിൻ്റെ ഘടന കാണും. നീയും അതേ കണ്ണുകളാൽ കാണുന്നു. പക്ഷേ നീ എന്താണ് കാണുന്നത്? ശങ്കരൻ ഇലയെ ശ്രദ്ധിച്ചു നോക്കി. ഇങ്ങനെ ഒരു ഇല ഇത്ര ശ്രദ്ധിച്ച് അവൻ ഒരിക്കലും നോക്കിയിട്ടില്ല. മിക്കവർക്കും ഇതൊരു ഇല മാത്രമാണ്. അവർ ആഴത്തിൽ കാണുന്നില്ല. ഒരു നദിയുടെ ശബ്ദം മിക്കവർക്കും ശബ്ദം മാത്രമാണ്. അവർ ആഴത്തിൽ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലും ആഴമില്ലാത്തത്. ആഴം നേടാൻ നീ ആഴത്തിൽ പങ്കാളിയാകണം. ആഴത്തിൽ ശ്രദ്ധിക്കണം. നിന്റെ കഴിവുകൾ നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നീ ഉപയോഗിക്കാത്ത പക്ഷം മറ്റുള്ളവരത് ഉപയോഗിക്കും. ഇന്ന് രാവിലെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നീ വീണ്ടും വീണ്ടും നിന്നെ ദുർഭാഗ്യവാനെന്നും കഴിവില്ലാത്തവനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമോ? അല്ലെങ്കിൽ നിനക്കൊരു പദ്ധതിയുണ്ടോ? എവിടെ നിന്നെങ്കിലും തുടങ്ങുക. ഒരു പാതി ചുവടെങ്കിലും വയ്ക്കുക. എഴുന്നേറ്റ് നിൽക്കുകയെങ്കിലും ചെയ്യുക. ഇരുന്നു പോവരുത്. നിൽക്കുക. കണ്ണുകൾ തുറക്കുക. കുറച്ചൊന്ന് നീങ്ങുക. സ്വയം ശാക്തീകരണത്തിലേക്ക് ഒരു പാതി ചുവടെടുത്തു വയ്ക്കുക. അപ്പോൾ മഹത്തായ ജീവിതം നിന്റെ ഉള്ളിൽ തുറന്നു വരും.